നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സന്നിധാനത്ത് നടന്ന അയ്യപ്പ സംഗമം വൻ വിജയമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അയ്യപ്പ സംഗമം പരാജയമെന്നത് പ്രതിപക്ഷത്തിന്റെ പ്രചാരണം മാത്രമെന്നും EP. തലശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അഴിമതി ആരോപണം, BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കണ്ണൂർ നഗരത്തിലെ അതീവ സൈനിക സുരക്ഷാ കേന്ദ്രമായ പയ്യാമ്പലം DSC സെന്ററിൽ ബോംബ് ഭീഷണി സന്ദേശമെത്തിയത് ഇമെയിലിലൂടെ. വാർത്തകൾ വിശദമായി. സന്നിധാനത്ത് നടന്ന അയ്യപ്പ സംഗമം വൻ വിജയമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അയ്യപ്പ സംഗമം പരാജയമാണെന്നത് പ്രതിപക്ഷത്തിന്റെ പ്രചാരണം മാത്രമാണ്. ശബരിമല വളർന്നാൽ കേരളം വികസിക്കും. അയ്യപ്പ സംഗമത്തിനെതിരെ VD സതീശൻ RSSനൊപ്പം ചേർന്നെന്നും EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പരാജയമാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർ കരുതിക്കോട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. ഞങ്ങൾ അതിനോട് ഈ പറയുന്നതിനോട് യോജിക്കുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. ഞങ്ങളുടെ കൈവശം വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അവരിത് പറഞ്ഞു നടന്നോട്ടെ. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് നഷ്ടം. നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാം ഉണ്ട്. അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, അവർക്ക് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ, അത് കേരളത്തിൻ്റെ ആകെ പൊതു താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയല്ലേ സ്വീകരിക്കുന്നത്. എന്തിനാ അതിനെ എതിർക്കുന്നത്? സംഗമത്തെ ആ നാട് മുഴുവൻ ഉണരുകയല്ലേ. എന്തിനാ ഉണർവിനെ കെടുത്തുന്നത്? എന്തിനാ ഈ 3.5 കോടി മലയാളികളുടെ നാട് ലോകപ്രശസ്തമാകുന്നതിനെ, അയ്യപ്പ ക്ഷേത്രം, ശബരിമല അത് പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത്? ഇത് കേരളത്തിൻ്റെയും പൊതു താല്പര്യത്തെ നിഹനിക്കുന്നതാണ്. ശബരിമല വളർന്നാൽ കേരളം വികസിക്കും. അയ്യപ്പ സംഗമത്തിനെതിരെ VD സതീശൻ RSSനൊപ്പം ചേർന്നു. അയ്യപ്പ സംഗമം നടത്തിയത് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. പിണറായി വിജയൻ ഭക്തനാണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അഭിപ്രായം പറയുന്നവരുടെ വായ കെട്ടാനാവില്ലല്ലോ. പിണറായിയെ എല്ലാവർക്കും അറിയാമെന്നും EP ജയരാജൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. അതിൽ ഞാനെന്ത് വേണം? പിണറായി വിജയനെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നിങ്ങൾ നിഗമനത്തിലെത്തൂ. ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ചിന്തക്കും അദ്ദേഹത്തിൻ്റെ ആലോചനക്കും അനുസരിച്ച് അദ്ദേഹം പറയുന്നു. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ പറയാനേ പാടില്ല. വായ മൂടിക്കെട്ടാൻ പറ്റും എനിക്ക്? നിങ്ങളതിന് പിണറായി വിജയൻ ആരാണെന്ന് അറിയുന്നവരല്ലേ കേരള സമൂഹം. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാം. പിണറായി വിജയനെയും അറിയാം, എല്ലാവരെയും അറിയാം. അതനുസരിച്ചുള്ള പ്രതികരണമേ ഉണ്ടാകും. തലശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. നഗരസഭയിലെ 81 അംഗൻവാടിയിലേക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു BJP കൗൺസിലർമാരുടെ ആരോപണം. അതേസമയം അഴിമതി നടത്തിയിട്ടില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ പറഞ്ഞു. തലശ്ശേരി നഗരസഭാ പരിധിയിലുള്ള 81 അംഗൻവാടികളിലേക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിയതിൽ 12 ലക്ഷത്തിന്റെ അഴിമതി നടന്നതായി BJP കൗൺസിലർമാരാണ് ആരോപണം ഉന്നയിച്ചത്. ചെയർമാൻ ജമുന റാണി ടീച്ചറുടെ വിശദീകരണത്തിന് പിറകെ യോഗം ബഹിഷ്കരിച്ച് BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ചെയർപേഴ്സണും ഉൾപ്പെടെ ആളുകൾ ഇതിനെ കൃത്യമായി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ പൈസ 10,12,500 രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ ഇത്രയും ആൾക്കാർ നേരെ ന്യായീകരിക്കുന്നു. ആ കമ്പനിയുടെ പരിമിതികൾ നടപടി എടുക്കാതെ പ്രതിഷേധ ഞങ്ങൾ ഈ കൗൺസിലിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഇതെന്നെ വെടിയില്ല ഉണ്ടാന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ ഇലക്ഷൻ എടുത്തോളം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ മതിയായി. അതെ, ഇലക്ഷൻ കിട്ടാൻ വേണ്ടി കളിക്കുന്നതാണ്. അതിലൊരു വയസ്സാണ് കറക്റ്റായി മറുപടി
₹23,800 രൂപ മാത്രം MRP വിലയുള്ള മൈക്ക് സെറ്റിന് ടെൻഡറിലൂടെ ₹29,200 രൂപയാണ് നൽകിയതെന്ന് കൗൺസിലർ കെ ലിജേഷ് ആരോപിച്ചു. 81 അംഗനവാടികൾക്ക് വിതരണം ചെയ്തിട്ടുള്ള മൈക്ക് ബോക്സ് സെറ്റിൻ്റെ പദ്ധതിയിൽ 12 ലക്ഷം രൂപയോളം അഴിമതി നടത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കൗൺസിലിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ കൗൺസിലിൽ ഉന്നയിച്ച വിഷയം പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലപാടാണ് ചെയർപേഴ്സൻ്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് 23,700 രൂപ മാത്രം മാർക്കറ്റ് വിലയുള്ള MRP ഉള്ള ഒരു ബോക്സ് സെറ്റിന് ഇവിടെ ടെൻഡർ നടപടിയിലൂടെ കരാറുകാരന് നൽകിയിട്ടുള്ളത് 29,200 രൂപയാണ്. 29,200 രൂപക്ക് തലശ്ശേരി നഗരസഭ ടെൻഡർ വെച്ചിട്ടുള്ളത് ഡീലർ പ്രൈസ് എന്ന് പറയുന്നത് 16,700 രൂപ മാത്രമാണ്. അങ്ങനെ വരുന്ന സമയത്ത് 12 ലക്ഷം രൂപയോളം അഴിമതി നടത്തിയിരിക്കുകയാണ് തലശ്ശേരി നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ചേർന്നിട്ട്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്ന ഈ തലശ്ശേരി നഗരസഭ ജനങ്ങളോട് മാപ്പ് പറയണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതിന് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ മുഴുവൻ കുറ്റക്കാരെയും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ എന്നുള്ള നിലക്ക് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ലിജേഷ് വ്യക്തമാക്കി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മൈക്ക് സെറ്റ് വാങ്ങിയതിലുള്ള നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നും നഗരസഭാധ്യക്ഷ KM ജമുന റാണി ടീച്ചർ പറഞ്ഞു. സാധാരണ നടത്താറുള്ള ടെൻഡർ നടപടിയാണ് സ്വീകരിച്ചത്. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ടെൻഡറാണ് സ്വീകരിച്ചതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. അതായത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 81 അംഗനവാടികളാണ് തലശ്ശേരി നഗരസഭക്കകത്തുള്ളത്. അപ്പോൾ അവർക്കൊരു സൗണ്ട് സിസ്റ്റം കൊടുക്കുക എന്നുള്ള ഒരാശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനുവേണ്ടി വെച്ച പദ്ധതിയാണിത്. ഇത് സാധാരണഗതിയിൽ നമുക്കറിയാം ജം എന്ന് പറയുന്ന പോർട്ടൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് പ്ലേസാണ്. പിന്നെ ഇത് ആഗസ്റ്റ് 9, 2016 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി മാത്രമേ നഗരസഭയ്ക്ക് ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ അത് കൊട്ടേഷൻ കൊടുത്തപ്പോൾ ഒരു 6 പേര് ഇതിൽ പങ്കെടുത്തതിൽ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്ത RJ എൻ്റർപ്രൈസ് അവർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മളെ മുമ്പിൽ നമുക്ക് തന്നിട്ടുള്ള കൊട്ടേഷനിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഏതാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് കോട്ട് എഴുതിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിതുവരെ ആയിട്ടുള്ള പ്രവൃത്തികൾ. പക്ഷേ ഇവരിപ്പോൾ ഈ ടെൻഡർ കഴിഞ്ഞു, പിന്നെ സാധനങ്ങൾ സപ്ലൈ ചെയ്തു, അതിന് ശേഷം ഇവരിത് പൊതുമാർക്കറ്റിൽ അന്വേഷിക്കുക, പിന്നെ അത് പോയിട്ട് ഇതിൻ്റെ വില ഇത്രയാണ്, ഇതിൻ്റെ പേരിൽ ഇത്ര രൂപ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സുതാര്യമാണ്. എന്നാൽ ഞങ്ങൾ ഉന്നയിച്ചതിന്റെ ന്യായീകരണം തന്നെയാണ് ചെയറിന്റെ വിശദീകരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. BJP അംഗങ്ങളുടേത് ഉണ്ടയില്ല വെടിയെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC അബ്ദുൽ ഗിലാബ് പറഞ്ഞു. അഴിമതിയിൽ വിജിലൻസിനെ സമീപിക്കുമെന്നറിയിച്ചാണ് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. വൈസ് ചെയർമാൻ MB ജയരാജൻ, തബസം C സോമൻ, TP ഷാനവാസ്, റാഷിദ ടീച്ചർ, PK സോന, N മോഹനൻ തുടങ്ങിയവരും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സംസാരിച്ചു. ഇരട്ട വോട്ട്, തെരുവ് നായ ശല്യം, പെരുമ്പാമ്പ് ശല്യം, തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തത് എന്നിവയും ചർച്ചയായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കും. വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A ഷാജഹാൻ അറിയിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U ഗേൽക്കറുമായി A ഷാജഹാൻ കൂടിക്കാഴ്ച നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണെന്ന് A ഷാജഹാൻ പറഞ്ഞു. കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെച്ചേക്കുമെന്നും സൂചനയുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവശ്യത്തിൽ കമ്മീഷൻ അനുകൂല തീരുമാനം എടുക്കുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പരിഷ്കരണം നീട്ടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കത്ത് നൽകിയത്. ഇന്ന് കൂടിക്കാഴ്ചയും നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് പരിഷ്കരണം നീട്ടുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഒരേ സംവിധാനം തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ പരിഷ്കരണ നടപടികൾ ആരംഭിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് താളം തെറ്റുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ നഗരത്തിലെ അതീവ സൈനിക സുരക്ഷാ കേന്ദ്രമായ പയ്യാമ്പലം DSC സെന്ററിൽ ബോംബ് ഭീഷണി. ചൊവ്വാഴ്ച രാവിലെയാണ് ഇമെയിലിലൂടെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല.
കണ്ണൂർ നഗരത്തിലെ അതീവ സൈനിക സുരക്ഷാ കേന്ദ്രമായ പയ്യാമ്പലം DSC സെന്ററിൽ ബോംബ് ഭീഷണി. രാവിലെയാണ് ഇമെയിലിലൂടെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. കണ്ണൂർ ടൗൺ പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പരിശോധന മണിക്കൂറുകൾ നീണ്ടെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും ലക്ഷങ്ങളുടെ മരം മുറിച്ചു കടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ കക്കാട് സ്വദേശിയും പഴയങ്ങാടി ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ മനാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും ലക്ഷങ്ങളുടെ മരം മുറിച്ചു കടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ കക്കാട് സ്വദേശിയും പഴയങ്ങാട് ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ മനാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സ്വദേശിയായ റോസ് ജവഹറിന്റെ കക്കാട് സ്വാമിമഠം റോഡിലെ സ്ഥലത്ത് നിന്നാണ് മരം മുറിച്ച് കടത്തിയത്. കണ്ണൂർ ടൗൺ SIമാരായ അനുരൂപും സുബൈറും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ സംഗമവും സെമിനാറും ഒക്ടോബർ 4 ശനിയാഴ്ച പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 11:30 മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് KP മോഹനൻ MLA പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒക്ടോബർ മാസം 4-ാം തീയതി രാവിലെ മുതൽ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സാഫല്യം എന്ന പേരിലാണ് ആ സെമിനാറിനെ അറിയപ്പെടുന്നത്. ആ സംഗമവും സെമിനാറും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. അതോടൊപ്പം നമ്മുടെ പാർലമെൻറ്റ് അംഗം ശ്രീ ഷാഫി പറമ്പിൽ, കലക്ടർ തുടങ്ങിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുതൽ വ്യക്തിത്വങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് ക്ലാസ്സാണ്. 2 ക്ലാസ്സുകൾ കിലയിലെ 2 ഫാക്കൽറ്റിമാരാണ്. അവരുടെ പേര് കിട്ടിയില്ല. ഫാക്കൽറ്റിമാരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇനിയുള്ള പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ചുമുള്ള ഒരു നല്ല ക്ലാസ്സാണ് അവിടെ നൽകാൻ പോകുന്നത്. അതിനുശേഷം അവർക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും വിശദീകരിക്കും. രാവിലെ 9 മണിക്ക് 2020-2025 വർഷത്തെ വികസനങ്ങളുടെ സാക്ഷാത്കാരം എന്ന വിഷയത്തിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ഷീലയുടെയും ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ ത്രിതല പഞ്ചായത്ത് 2025-30 തുടർ പ്രവർത്തനങ്ങളും പ്രതീക്ഷകളും പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജയുടെയും അധ്യക്ഷതയിൽ സെമിനാറുകൾ നടക്കും. രാവിലെ 11:30 രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. KP മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. 2020-25 വികസന സപ്ലിമെന്റ് ഷാഫി പറമ്പിൽ MP പ്രകാശനം ചെയ്യും. ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, വിവിധ നഗരസഭാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ KP മോഹനൻ MLA, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP യൂസഫ്, KP രമേശ് ബാബു, NK ജയപ്രസാദ് മാസ്റ്റർ, P. ദിനേശൻ, TC സുധാകരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. സ്വാഗത സംഘം ഓഫീസ് പാനൂർ PR മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരുടെയും ഒരു നിർദ്ദേശവും അതുപോലെ ആഗ്രഹവും കണക്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പാനൂർ കൂത്തുപറമ്പിൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് തോന്നുന്നത്. ജനപ്രതിനിധികളെ ഒക്കെ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതിനെക്കുറിച്ച്, എന്താണ് അടുത്ത 5 വർഷം 2025 മുതൽ അടുത്ത 5 വർഷം 2026 മുതൽ അടുത്ത 5 വർഷം നിങ്ങൾ നമുക്ക് ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു സംവാദമാണ്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ അന്നത്തെ ദിവസം ഒക്ടോബർ 4-ാം തീയതി പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP യൂസഫ് സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ O. ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥി അഹാൻ അനൂപിനെ തലശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ പൊന്നാടയും ഉപഹാരവും നൽകി.
ഓണപരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കാനുള്ള ചോദ്യത്തിന് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നെഴുതി വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായിരുന്നു അഹാൻ. സ്പീക്കറുടെ അതിഥിയായി നിയമസഭ സന്ദർശിക്കാനുള്ള അവസരവും അഹാന് ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അഹാനെ അനുമോദിച്ചിരുന്നു. അനുമോദന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 6ാം വാർഷിക നിറവിലെത്തിയ തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയുടെ പഞ്ചവാദ്യ സംഘം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന തലശ്ശേരി വാദ്യമഹോത്സവം ഞായറാഴ്ച നടക്കും. രാവിലെ 7 മണി മുതൽ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിലാണ് വാദ്യമഹോത്സവം അരങ്ങേറുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവങ്ങാട് വാദ്യകലാ അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ 6ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന തലശ്ശേരി വാദ്യമഹോത്സവം എന്ന പ്രോഗ്രാം ഈ വരുന്ന ഞായറാഴ്ച തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ്. കേളി, തായമ്പക, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ഡിമേളം തുടങ്ങിയ വാദ്യ വിദ്യകളുടെ അരങ്ങേറ്റമാണ് ഉച്ചവരെ നടത്തുക. വൈകിട്ട് 4 മണിക്ക് തിരുവങ്ങാട്ടെ അക്ഷിത്, കാർത്തികേയൻ എന്നീ കുട്ടികൾ ഇരട്ടത്തായമ്പക അവതരിപ്പിക്കും. തുടർന്ന് പുരസ്കാര സമർപ്പണം നടത്തും. പോരൂർ ഹരിദാസ് മാരാർക്ക് വാദ്യ ശ്രേഷ്ഠ പുരസ്കാരവും മാർഗി രഹിത കൃഷ്ണദാസിന് നാഥകീർത്തി പുരസ്കാരവും സമ്മാനിക്കും. വൈകിട്ട് 7-ന് തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയിലെ കലാകാരന്മാർ ഉൾപ്പെടെ 51 മേള വിദ്വാൻമാർ അണിചേർന്ന് പാണ്ഡിമേളം അവതരിപ്പിക്കും. തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗം മേളപ്രമാണിയായ കിഴക്കോട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും. പുരസ്കാര സമർപ്പണമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിലുള്ള തിരുവങ്ങാട് വാദ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ പോരൂർ ഹരിദാസ് മാരാർ എന്ന് പറഞ്ഞൊരു വാദ്യകലാകാരനാണ് ഇത്തവണ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം 5 പതിറ്റാണ്ടിലേറെയായിട്ട് വാദ്യരംഗത്ത് തായമ്പക, മേളം, കേളി, പഞ്ചവാദ്യം, ക്ഷേത്ര അനുഷ്ഠാന വാദ്യവിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പ്രാവീണ്യം ഉള്ളൊരു കലാകാരനാണ്. അപ്പം അദ്ദേഹത്തിന് തിരുവങ്ങാട് വാദ്യശ്രേഷ്ഠ പുരസ്കാരം ആണ് ഇത്തവണ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം തിരുവങ്ങാട് നാദകീർത്തി പുരസ്കാരം, അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയിട്ട് ഒരു പെൺകുട്ടിക്കാണ് ഇത്തവണ കൊടുക്കുന്നത്. ഈ കുട്ടി രഹിത കൃഷ്ണദാസ് എന്നാണ് കുട്ടിയുടെ പേര്. നമ്മുടെ ലോകപ്രശസ്തമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിയായിട്ടുള്ള ശ്രീ കിഴക്കോട്ട് അനിയന്മാരാർ അദ്ദേഹത്തിൻ്റെ പ്രമാണത്വത്തിൽ 51 പേരടങ്ങുന്ന പാണ്ഡിമേളം, നമ്മുടെ തൃശ്ശൂരിലൊക്കെ നടക്കാറുള്ള ഇലിഞ്ഞിത്തറമേളം എന്നുള്ള പേരിൽ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള പാണ്ഡിമേളം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അണിനിരക്കുന്നതിൽ ഞങ്ങളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഉണ്ട്. അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാരണം അത്രയും സീനിയറായിട്ട് പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നവരുടെ കൂടെ നമുക്കും നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും ആ ഒരു തലത്തിലേക്ക് അവർ പ്രാപ്തരായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രദർശനം കൂടിയാണ് ആ പരിപാടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വീട്ടമ്മമാർ മുതൽ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും ചിട്ടയായും ശാസ്ത്രീയമായും വാദ്യവിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം തിരുവങ്ങാട് വാദ്യകലാ അക്കാദമി ഒരുക്കി വരികയാണെന്ന് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റി ഉജ്ജ്വൽ ശ്രീ ജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീട്ടമ്മയായ ചിത്ര സുധേഷിൻ്റെ പാണ്ഡിമേള അരങ്ങേറ്റവും ഞായറാഴ്ച നടക്കും. വാദ്യകലകൾക്കൊപ്പം ഇതര ക്ഷേത്രകലകളെയും കലാകാരന്മാരെയും അക്കാദമി പ്രോത്സാഹിപ്പിച്ച് വരികയാണെന്നും ഇവർ പറഞ്ഞു. പ്രദീപൻ കടേപ്പുറം, സി പ്രവീൺകുമാർ, ചിത്ര സുധേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇടത് സർക്കാരിനെതിരെ എന്ന പ്രമേയത്തിൽ പാറാട് ഏരിയ മുസ്ലിം ലീഗ് കമ്മിറ്റി പാറാട് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കുള്ള ആദരവും നടന്നു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഉപയോഗപ്പെടുത്തി എന്ത് ധ്വനിവാസങ്ങളും ചെയ്ത് ഇപ്പുറത്ത് ഈ ഫാസിസ്റ്റ് ശക്തികളോടൊപ്പം ചെങ്കൊടി പിടിച്ച രക്തസാക്ഷിത്വം ഭരിച്ചവരെ പോലും അവസരത്തിനനുസരിച്ച് വിസ്മരിച്ചുകൊണ്ടുള്ള യാത്ര നടത്തുമ്പോൾ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് കൃത്യമായ ബോധ്യം
ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ജനങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ട് ചെയ്യുന്ന യന്ത്രങ്ങൾ മാത്രമായിട്ടാണ് ഇവർ കാണുന്നത്. ഏരിയ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരുന്നൻ യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം വുമൻസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഈ നിയമം കൊണ്ടുവന്നപ്പോ ആദ്യമായി ഇന്ത്യൻ ജനാധിപത്യ മനസ്സുകളിൽ ആദ്യമായി കോൺഗ്രസ് ഇതാ മുസ്ലിം പീഡനം നടത്തുന്നു എന്ന മുദ്രാവാക്യത്തെ വിളിച്ചത് CPM ആണ്. അവരത് മുന്നോട്ട് വെക്കുക മാത്രമല്ല ഈ രാജ്യത്ത് വലിയ ക്യാമ്പയിൻ നടത്താൻ ഈ മുസ്ലിം നേതൃത്വത്തിൽ അന്ന് CPM ഇടതുപക്ഷവും തയ്യാറായി. അവര് പറഞ്ഞു കോൺഗ്രസിന് അധികാരത്തിന് താഴെയിറക്കണം, ബദലി വേണം എന്നവര് പറഞ്ഞു. അന്ന് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിട്ടുപോന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായിരുന്ന മനുഷ്യൻ, അയാളെ ഈ കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുവന്ന് വലിയ സമ്മേളനം നടത്തിയത് BJP ആയിരുന്നില്ല, സംഘപരിവാരമായിരുന്നില്ല, ഇവിടുത്തെ CPM-കാരായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർ PPA ഹമീദ്, R അബ്ദുള്ള മാസ്റ്റർ എന്നിവർ ജനപ്രതിനിധികളെ ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TP മുസ്തഫ, നസീർ പുത്തൂർ, CH മൂസ ഹാജി, പുത്തൂർ മുസ്തഫ, സാദിഖ് പാറാട്, TP അബൂബക്കർ, TM നാസർ, AK മഹമ്മൂദ്, ബെൻസ് മഹമ്മൂദ്, അംഗങ്ങളായ PK മുഹമ്മദ് അലി, PV അഷ്കർ അലി, ഖദീജ തെക്കയിൽ, ഫൈസൽ കൂലോത്ത്, സഫരിയ, ഫസീല തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി പരവൻ മൂസ ഹാജി സ്വാഗതവും സെക്രട്ടറി നാസർ കാണാമ്പൻ നന്ദിയും പറഞ്ഞു. പിണറായി C മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സുദീപ്തം എന്ന ജനകീയ സിനിമയിൽ വേഷമിട്ട് നാട്ടുകാരും. T ദീപേഷ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ചെറിയ വേഷത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പ്രദേശത്തുകാർ. വാർത്ത കാണാം. മേലൂർ കലാമന്ദിരത്തിനടുത്തുള്ള വീട്ടിൽ നടന്ന ചിത്രീകരണത്തിലാണ് വായനശാലയുടെ വയോജനവേദി പ്രവർത്തകരും സിനിമാ ശില്പശാലയിൽ പങ്കെടുത്തവരുമായ 20-ലേറെ പേർ പങ്കാളികളായത്. സിനിമാക്കാർക്ക് ഭക്ഷണമൊരുക്കി കൊടുക്കുന്ന KV ചന്ദ്രയും KC പുഷ്പയും സിനിമയിൽ അഭിനയിക്കാനായതിന്റെ ആവേശത്തിലാണ്. ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടിയ ഒരു സിനിമയിൽ അഭിനയിക്കുക നമ്മളെ മാധവൻ സ്മാരക വായനശാലന്റെ വകയായിട്ട് നമ്മളെ ഇനിയൊന്നും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് അറിയിക്കണ്ട, അതിനൊക്കെട്ടപ്പുറം അതൊരു ഭാഗ്യം തന്നെയാണ് ഇത് കിട്ടിയത്. ഇങ്ങനെയൊരു സിനിമ എന്ന് പറയുന്നതന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണുവരെയില്ല. ജനകീയ സിനിമയുടെ ഭാഗമായി ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സംസ്ഥാന അവാർഡ് ജേതാവ് KC കൃഷ്ണൻ സെപ്റ്റംബർ 25-ന് കുട്ടികളും വയോജനങ്ങളുമായി തന്റെ സിനിമാ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തന്ന വായനശാലയോട്. എൻ്റെ പേര് ഇൻഷ. മാധവൻ സ്മാരക വായനശാലയുടെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ ശില്പശാല നടക്കുന്നത് അറിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് എനിക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഒരു സിനിമയുടെ ഭാഗമാകുമെന്നോ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമാകുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അതിൻ്റെ എല്ലാമായ പ്രദീപാട്ടിനും പിന്നെ എൻ്റെ സുഹൃത്തായ ജിൻഷയ്ക്കും അർപ്പിക്കുന്നു. നന്ദി. ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഉറൂസ് സമാപിച്ചു. സമാപന സമ്മേളനം ബദറുസലാത്ത് ഖലീൽ ബുഹാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ 10,000 പങ്കാളികളായി. ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഉറൂസ് 10,000 അന്നദാനത്തോടെ സമാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയും മഹ്ദിൻ ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നൽകണമല്ല, ബാധിതരാകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തയ്യാറായ ഇണകൾ നൽകണമല്ല, കുടുംബജീവൻ ഐശ്വര്യപൂർണ്ണ ആക്കണമല്ല, സന്തോഷപൂർണ്ണ ആക്കണമല്ല. ഗൾഫിലെത്താൻ ആഗ്രഹിക്കുന്നവർ, അവിടെ പ്രയാസം അനുഭവിക്കുന്നവർ, എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് എത്താനാകുന്നവരെ സന്തോഷത്തോടെ എത്തിക്കണമല്ല. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് വെച്ച് റാഹത്തോടെ കഴിയാൻ തൗഫീഖ് നൽകണമല്ല. നിരവധി പള്ളികളുടെ താവി മതവൻ സ്ഥാപനങ്ങളുടെ അധ്യക്ഷരുമായ മുന്നിക്കുഴപ്പങ്ങൾ വളരെ സീരിയസ് ആയി പ്രഷർ വളരെ ഡൗണായിരിക്കുന്നവരൊക്കെ ഷാഫിയായ എത്രയും പെട്ടെന്ന് പ്രഷറിനെ നോർമലാക്കണേ അല്ല. ഒരു ഇവിടുത്തെ കറാമത്ത് കൊണ്ട് ഔലിയാക്കളെ മഹത്തുക്കളുടെ കറാമത്ത് കൊണ്ട് ഈ സലാമത്തിലാക്കണേ അല്ല. മറ്റേ രോഗബാധ എന്ന സർവ്വരും ഐശ്വര്യം വെല്ലേറ്റവും കഴിഞ്ഞവരെ, മറ്റേ 4th സ്റ്റേജിലും 5th സ്റ്റേജിലും കഴിയുന്നവരെ ഷിഫയാക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ. അമ്പിയാക്കൾ ഔലിയാക്കൾ തൗസലാക്കൾ നടക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് റബ്ബേ. ഈ ഷിഫയാക്കളെ അല്ല, ഉദ്ദേശിച്ച സർവ്വരുടെയും രോഗങ്ങളിൽ ഈ ഷിഫയാക്കളെ അല്ല. TV മിഷാൽ അധ്യക്ഷനായി. ചെറുമോത്ത് ഉസ്താദ്,
ആഷിഖ് ധാരിമി ആലപ്പുഴ, VK കുഞ്ഞബ്ദുള്ള ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ 10,000 പങ്കാളികളായി. ഉത്തരമലബാറിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് നമ്മുടെ വെളുമത്ത് മക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്നേരം ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങളിലായിട്ട് നൂറുകണക്കിന് ആളുകൾ, വളണ്ടിയേഴ്സ്, ജാതി മത വ്യത്യാസമില്ലാതെ ഈ പൊതിച്ചോറ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ആളുകളാണ് എൻ്റെ പുറകിലിരിക്കുന്നത്. നമുക്കറിയാം, വെളുമ്പത്ത് മക്കാം എന്ന് പറയുന്നത് ഒരു വലിയ വനമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നും ഇവിടെ 1962 പ്രകാശം കണ്ട ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് പുരാവസ്തു ഗവേഷകർ മുതൽ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാർ മുതൽ ലോകത്തുള്ള പണ്ഡിതന്മാർ, സൂഫിവര്യന്മാർ ഇവിടെ സന്ദർശിക്കുകയും അവരൊക്കെ ഇവിടെ മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്ന് വിധിയെഴുതുകയും ചെയ്തു. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ നീണ്ട ക്യൂ കാണാൻ പറ്റും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാപ്പിയാണ്. വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചുക്ക്, വെള്ളം കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നിത്യവും ഇവിടെ സന്ദർശനം നടത്തുന്ന ആയിരങ്ങൾക്കും ഉറൂസ് വേളകളിൽ 10,000 അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. അവർക്കൊക്കെ കാപ്പി കുടിക്കാനുള്ള സൗകര്യം, അത് സൗജന്യമായിട്ട് കാപ്പി കുടിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെളുമ്പത്ത് മക്കാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 10,000 അന്നദാനം എല്ലാ വീടും റെഡിയായി കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ ഭക്ഷണ വിതരണം ഉദ്ഘാടനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇത് സമയം എത്രയാണെന്ന് ഞങ്ങൾക്ക് കണക്കാക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ 8 മണിയാലും ശരി, 9 മണിയാലും ശരി, ക്യൂ തീരുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യും. 100 കണക്കിന് കിൻഡൽ അരി വെച്ചാൽ അത് പറയാൻ പറ്റില്ല എത്രയാണ്. എന്തായാലും ഒരു 1500 അരി ഇവിടുന്ന് ഭക്ഷണ വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജാതി മത ഭേദമന്യേ ഇവിടെ പ്രത്യേകതയാണ് ഭക്ഷണം വിതരണം നടത്തുന്നത്. ആർക്കും എല്ലാവർക്കും ലൈനിൽ നിന്ന് ധനാഢ്യനെന്നോ അല്ലെ പാമരനെന്നോ പണ്ഡിതനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ ലൈനിൽ നിന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുകയുള്ളൂ. ആർക്കും ആരെയും ആഹ്ലാദത്തോടു കൂടി വരുന്ന ആൾക്കാർക്കും ഞങ്ങളിവിടെ ഭക്ഷണം കൊടുക്കില്ല. ലൈനിൽ നിന്ന് അതിൻ്റെ മര്യാദയോട് നിൽക്കുന്നവർ മാത്രമേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന സ്ത്രീ ക്ലിനിക് കതിരൂർ പഞ്ചായത്ത് കുണ്ടുചിറ വയോജന വിശ്രമ കേന്ദ്രത്തിൽ ആരംഭിച്ചു. സ്ത്രീകളിലുണ്ടാവുന്ന രോഗങ്ങൾ കണ്ടെത്തുകയും തുടർ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് സ്ത്രീ ക്ലിനിക്കിന്റെ ലക്ഷ്യം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ കൂരാറത്ത് സ്ത്രീ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ ഒരു ശരീരത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടിയിട്ട് അവരോട് ചോദിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് എനിക്കിന്ന രോഗമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരണം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി ശാരീരികമായ ആഹ്ലാദവും സന്തോഷവും കിട്ടാൻ ഞാനെന്ത് ചെയ്യണം എന്ന് പറയുന്നിടത്ത് നമ്മളിന്ന് നിൽക്കേണ്ടത്. അത്രയേറെ ലോകോത്തര നമ്മുടെ ആരോഗ്യ മേഖല. പക്ഷെ നമ്മൾ ഇന്നും അസുഖത്തിൻ്റെ തോന്നലുകളുടെ പിടിയിലാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ സ്ത്രീ ക്ലിനിക്കിനെ നിങ്ങൾ കാണണം. ഷാദിനൊക്കെ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വാർഡ് അംഗം TK ഷാജി അധ്യക്ഷത വഹിച്ചു. ജനകീയ ആരോഗ്യ കേന്ദ്രം JPHN ബീന വർഗീസ് സംസാരിച്ചു. വാർഡ് കൺവീനർ M ഷിജു സ്വാഗതം പറഞ്ഞു. പള്ളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യമുള്ള വനിത കുടുംബത്തിന്റെ കരുത്ത്, ആരോഗ്യമുള്ള സ്ത്രീ ശക്തമായ കുടുംബം എന്ന ആശയപ്രകാരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നാണ് സ്ത്രീകൾക്കായി മെഗാ ആരോഗ്യമേള ഒരുക്കിയത്. പള്ളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നമുക്കറിയാം, സ്ത്രീകളുടെ ഉന്നമനത്തിന്, സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി കൊണ്ടുവന്ന ഒരു നല്ല ഒരു പദ്ധതിയാണ് ഈ പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. നമുക്കറിയാം, സാധാരണ നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ വീട്ടമ്മമാരും അതേപോലെ തന്നെ സ്ത്രീകളുമായിരിക്കും. അപ്പോൾ എല്ലാ നോർമലായ ഒരു ഫാമിലി ഇന്ന് ഏത് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും സാധാരണയായി വീട്ടമ്മമാർ ഒരു 5 മണി അല്ലെങ്കിൽ 5:30 മണി അല്ലെങ്കിൽ 6 മണി ആ സന്ദർഭങ്ങളിൽ എണീറ്റ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഭക്ഷണങ്ങളും വീടിൻ്റെ വൃത്തിയും ബാത്റൂമിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി 6:30-7 മണിക്ക് ഭർത്താവ് ഉണരുന്നതിന് മുമ്പ് ചായ, കാപ്പി ഓരോ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ രാവിലെയുള്ള ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണവും ഒക്കെ പ്രിപ്പയർ ചെയ്ത് മക്കൾക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ റെഡിയാക്കി പിടിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള വീട്ടമ്മമാരായിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾ കൃത്യസമയം 9 മണിക്കോ
അല്ലെങ്കിൽ 10 മണിക്കോ ജോലിക്ക് എത്തുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AP ഇസ്ഹാഖ് സ്വാഗതവും പള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മേധാവി ഡോക്ടർ CH രാജീവൻ നന്ദിയും പറഞ്ഞു. പൊതുജനാരോഗ്യം, ദന്താരോഗ്യം, ENT, പ്രമേഹം, വിളർച്ചയ്ക്കുള്ള പരിശോധന, ക്ഷയരോഗം, സ്തനാർബുദ നിർണയം, ഗർഭാശയ അർബുദ നിർണയം, കുട്ടികൾക്കുള്ള കുത്തിവയ്പ്പുകൾ, പൊണ്ണത്തടി നിർണയം എന്നിവയ്ക്കുള്ള പരിശോധനകൾ ക്യാമ്പിൽ വെച്ച് നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in
spaces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. തിരികെ വാർത്തകളിലേക്ക്. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്പോർട്ടിംഗ് അറീന ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള വായനോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ വായനാ മത്സരത്തിൽ വിജയികൾക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പൂക്കള മത്സരത്തിൽ വിജയികളായവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിരവധി ആളുകൾ പങ്കെടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KP അരുൺകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി ഒരുപാട് മത്സരങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് സർഗോത്സവം, അഖില കേരള വായനാ മത്സരം, പുസ്തക പൂക്കാലം, അങ്ങനെ ഒട്ടനവധി പരിപാടികൾ നടന്നു വരുന്നു. ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന, ജാതിക്കതീതമായ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതു ഇടമാണ്. നമുക്ക് ഇത്തരം പൊതു ഇടങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു വരികയാണ്. ലൈബ്രറി പ്രസിഡന്റ് KP മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N രേഷ്മ, വാർഡ് കൗൺസിലർ A ധന്യ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KC അജിത് കുമാർ സ്വാഗതവും സിജിൻ വാഴയിൽ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി നടന്ന വായനാ മത്സരത്തിൽ 1ാം സ്ഥാനം ഫാത്തിമ ബുർഹാന, 2ാം സ്ഥാനം മർവ റഹ്മത്ത്, 3ാം സ്ഥാനം അബ്ദുൽ ഫത്താഫ് എന്നിവർ നേടി. മുതിർന്നവർക്ക് നടത്തിയ വായനാ മത്സരത്തിൽ ഷീജ, ദീപ്തി, സ്മിത എന്നിവരും സമ്മാനാർഹരായി. പൂക്കള മത്സരത്തിൽ യമിഷ, രസ്ന രഘുനാഥ്, ഷൈന പ്രദീപ് എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി.
പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ നേതൃത്വത്തിൽ അഗ്നിസുരക്ഷാ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PK ജയരാജൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PK ജയരാജൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഫയർ എക്സ്റ്റിങ്ഗ്വിഷർ ഇതും അതുമൊക്കെ വലിയൊരു ബിൽഡിംഗ് കത്തുമ്പോൾ ഇതും എടുത്ത് പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആ ബിൽഡിംഗ് കത്തുന്ന അതിൻ്റെ ആ ഒരു ആരംഭത്തിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനെ അണക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പൗഡറാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ അതൊരു ഫയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പലപ്പോഴും എല്ലാ ബിൽഡിങ്ങുകളിലും എല്ലായിടയ്ക്കും നമുക്ക് ഇതിങ്ങനെ കാണാം. പക്ഷെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പലപ്പോഴും അറിയാത്തത് കൊണ്ട് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് തന്നെ എടുത്തിട്ട്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ അധ്യക്ഷയായി. രാജീവൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രിയദർശൻ, ഹോംഗാർഡ് മനോജ് കുമാർ, ഡോക്ടർ ശ്രേയ ഉത്തമൻ, സജ്ന അരുൺകുമാർ, കക്കോത്ത് പ്രഭാകരൻ, R മല്ലിക, C സജ്ന, K ദൃശ്യ, CK അർജുൻ, ആര്യ അനിരുദ്ധൻ, ജിംഷമോൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ നിർവഹിച്ചു. ഞാനൊരു 10-15 വർഷങ്ങൾക്കപ്പുറം ഒരു വിദ്യാലയത്തിലെ അധ്യാപകനാണ്. ഒരു ഹൈസ്കൂൾ വിദ്യാലയത്തിലെ അധ്യാപകനാണ്. തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം സുപരിചിതമായ തലശ്ശേരി BMDS സ്കൂൾ. 15 വർഷത്തിലേറെ വിദ്യാലയം വിട്ട് ഞാനൊരു സാധാരണ മനുഷ്യനായപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സ്വകാര്യ ദുഃഖം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ കുട്ടികളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു നഷ്ടബോധമാണ്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല. അത്തരം ഒരു ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ നഷ്ടബോധം മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചെറിയൊരു നിമിഷത്തേക്ക് നേരമാണെങ്കിലും ഈ പഠിക്കുന്ന കുട്ടികളുടെ മുഖമുണ്ടല്ലോ, ആ മുഖം എങ്ങനെയാണ്, ഏത് വാക്കുകൊണ്ടാണ് അതിൻ്റെ ഭാവം ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ വളരെ ആനന്ദകരമായ അനുഭൂതി പകരുന്ന ഒരു കുട്ടികളുടെ മുഖാന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു സ്കൂളാണ്. സ്വന്തം സഹോദരനെ പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു പേരാണ് ഈ വിദ്യാലയം. ഞാൻ അധ്യാപിക്കുന്ന കാലത്ത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് അസൂയാണ് തോന്നുന്നത്. അങ്ങനെ തോന്നാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പച്ചയായ മനുഷ്യനാണ്. എന്താ കാരണം എന്നറിയോ? സ്കൂൾ ആകെ മാറിയിരിക്കുന്നു. അതിൻ്റെ വെട്ടും മട്ടിലും കുട്ടികളുടെ നടത്തലും ഇരുത്തത്തിലും എല്ലാം തന്നെ എത്ര നടന്നത് എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് ദിവസം വന്ന് നിരീക്ഷിച്ചാൽ ചിലപ്പോൾ ഇത് മാറുമല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഒരു കർമ്മവും പിന്നീടുണ്ടായ അനുഭവത്തെ നോക്കുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിന് വളരെ ആരോഗ്യകരമായ ശുഭകരമായ ഒരു മാറ്റത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് വിദ്യാലയം നിൽക്കുന്നത്. അതും നിങ്ങളൊരു ഭാഗ്യമാണ്. മാനേജർ C ഹാരിസ് ഹാജി അധ്യക്ഷനായി. മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് AK സക്കറിയ, സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി, പ്രിൻസിപ്പൽ TM മുഹമ്മദ് സാജിദ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ AP സുബൈർ, ANB ഷാഹിദ്, PTA വൈസ് പ്രസിഡന്റ് PP ഷാജിർ, N തൗഷിഖ്, K ഹമീദ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ KP നിസാർ സ്വാഗതവും വിദ്യാരംഗം കൺവീനർ ഹാരിസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ക്ലാസ് തല ലൈബ്രറി മത്സരത്തിൽ വിജയികളായവർക്ക് മുകുന്ദൻ മഠത്തിൽ സമ്മാന വിതരണം നടത്തി. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം പുസ്തകപ്പൂക്കാലം വീട്ടുമുറ്റ പുസ്തക ചർച്ച തുടരുന്നു. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നോവലിനെ മുൻനിർത്തിയാണ് ഇത്തവണ ഈങ്ങയിൽ പീടികയിൽ വീട്ടുമുറ്റ സദസ്സ് നടത്തിയത്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി
ഉദ്ഘാടനം ചെയ്തു. അയാൾ നേരത്തെ തൻ്റേതല്ലാതായ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആ ഒരു കാര്യം അറിയുന്ന ചില ദുഷ്ടശക്തികൾ, ദുഷ്ടമനസ്കർ അദ്ദേഹത്തെ നിഴൽപോടെ വേട്ടയാടുന്നതും ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ദൈവത്തോളം അല്ലെങ്കിൽ വിശുദ്ധമായ ഹൃദയമുള്ള ഒരു ഫാദർ, ഒരു പള്ളിയിലെ അച്ഛൻ ഫാദറിനെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് നന്മ എന്നത് മാത്രമേ അറിയൂ. നന്മയുടെ ലോകത്ത് മാത്രം വിരാജിക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ. ടി കെ ഷാജു മാസ്റ്റർ മോഡറേറ്ററായി. വായനശാല സെക്രട്ടറി കെ പി അരുൺകുമാർ സ്വാഗതവും ബാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കെ അച്യുതൻ, അരുൺകുമാർ, ഉത്തമൻ മാസ്റ്റർ, സ്നേഹലത എന്നിവർ പുസ്തകത്തെ അധികരിച്ച് ചർച്ചയിൽ പങ്കെടുത്തു. അത് ദേശീയ വായനശാല കോടിയേരി. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 31, നവംബർ 1 തീയതികളിൽ നടക്കുന്ന ദിശ ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയുടെ സംഘാടക സമിതി രൂപവൽക്കരണം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, വൈജ്ഞാനിക രംഗത്തെ നൂതന ആശയങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, അഭിരുചി പരീക്ഷകൾ, വിദ്യാർത്ഥികളുടെ പേപ്പർ പ്രസന്റേഷൻ എന്നീ മേഖലകളിലായി തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ 56-ൽ പരം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് 5000-ലധികം കുട്ടികളും പൊതുജനങ്ങളും പങ്കെടുക്കും. റീസെന്റ് ട്രെൻഡ്സ് ഇൻ കരിയർ, സ്റ്റഡി എബ്രോഡ്, 21st സെഞ്ച്വറി സ്കിൽസ്, സംരംഭകത്വം എന്നീ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, ചർച്ചകൾ എന്നിവ നടക്കും. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ കീഴിൽ വ്യത്യസ്ത മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള 15 സ്റ്റാളുകളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം ഹയർ സെക്കൻഡറി വിഭാഗം അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി സ്വാതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൺവീനർ സി മനീഷ് പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു. ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ആർ സരസ്വതി, കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി നിഷീദ്, സീന ശ്രീകുമാർ, ജോയ് ജോസ്പോൾ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പ് സ്വാഗതവും അബ്ദുൾ ഷുക്കൂർ നന്ദിയും പറഞ്ഞു. പാറാൽ സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ കവിയൂർ ചൊക്ലി പെരിയാണ്ടിപ്പീടിക ഡോ ജോയിന്റ് കരാട്ടെ കളർ ബെൽറ്റ് എക്സാമിനേഷനിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ബെൽറ്റുകൾ വിതരണം ചെയ്തു. സെൻസായി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിഹോൺ ഷോട്ടോക്കൺ കരാത്തെ അസോസിയേഷൻ കേരള പുതുച്ചേരി ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കേരള പുതുച്ചേരി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യങ്ങൾ പങ്കെടുത്ത യൂത്ത് ലീഗ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചപ്പോഴാണ് കരാത്തെ എന്ന മഹത്തായ ആയോധന കലയുടെ കുട്ടികളുടെ സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ ലെവലിന്റെ സ്റ്റാൻഡേർഡ് വളരെയധികം ഗ്രാഫ് മുകളിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ്, ഞാൻ ഇന്നലെ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഗ്രൂപ്പിലിട്ടുണ്ട്, ഇനി എക്സസൈസ് കുറച്ച് കുറക്കുക. ഇൻസ്ട്രക്ടേഴ്സ് എന്നിട്ട് കുട്ടികളോട് നിർബന്ധമായും വീട്ടിൽ നിന്ന് എക്സസൈസ് പരിശീലിക്കാൻ പറയും. എക്സസൈസസ് തൽക്കാലം കുറച്ച്, അതിനുശേഷം ഉടൻ തന്നെ ടെക്നിക്സിലേക്ക് കടക്കുക. കാരണം 1/4 മണിക്കൂറുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂർ ക്ലാസ്സിലാണ് കുറഞ്ഞ ടെക്നിക്സ് അവർക്ക് കിട്ടുന്നുള്ളൂ. മത്താസം പോയിട്ടിയും അതുപോലെ തന്നെ കിക്കോൺസ് ഒന്നും പഠിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് എക്സസൈസ് നിർബന്ധമായിട്ട് ഡെയിലി വീട്ടിൽ ചെയ്യാനും എക്സസൈസ് തൽക്കാലം കുറച്ചിട്ട്. റിൻഷി, ഇ കെ സനിൽ, സെൻസായി വി ധോണി എന്നിവർ സംസാരിച്ചു. നിവേദിത സ്വാഗതവും റിയ പ്രശാന്ത് നന്ദിയും പറഞ്ഞു. കണ്ണൂർ ജില്ലാ കരാത്തെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 5-ന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തീവ്ര പരിശീലനത്തിനാണ് വിദ്യാർത്ഥികൾ. ഒരിടവേള കൂടി.
PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലന പരിപാടി സ്പീക്കി5 ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡാറ്റ് ലെക്ചറർ കെ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് A രതീശൻ അധ്യക്ഷത വഹിച്ചു. 8-9 ക്ലാസുകളിലെ കുട്ടികൾക്ക് 3 പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞും ശനിയാഴ്ചകളിൽ പ്രത്യേക പരിശീലനവും NSS വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നൽകും. സ്കൂൾ പ്രിൻസിപ്പൽ CV പ്രസാദ്, ബ്രണ്ണൻ കോളേജ് കെമിസ്ട്രി വിഭാഗം അധ്യാപിക AO ഹൃദ്യ എന്നിവർ സംസാരിച്ചു. സഞ്ജയ് ബാലൻ സ്വാഗതവും പ്രധാനാധ്യാപിക VP ലയാഖ് നന്ദിയും പറഞ്ഞു. Be present here before you on this special occasion. We are extremely grateful for this opportunity. So let's begin this journey together. Sir, what English ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ഒളവിലം നാരായണൻ പറമ്പിലെ നവീകരിച്ച ചക്കാട്ടുകുളവും അനുബന്ധ റോഡുകളുടെ ഉദ്ഘാടനവും നടന്നു. ഉത്സവാന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പത്താം വാർഡിലെ മെമ്പറുടെ എഫേർട്ട് എന്ന് തന്നെ പറയാം. ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി റോഡ് നവീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ചൊക്ലി പഞ്ചായത്ത്
കേരളത്തിന് തന്നെ മോഡലായി ചൊക്ലി മോഡൽ എന്നൊക്കെ വിശേഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ എക്കാലവും നടത്തി വരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് ഇന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അത് FHSC ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ നമ്മൾ കോളേജ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ജനകീയ മൂവ്മെന്റ്, അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് നമ്മുടെ ചൊക്ലി ഗവൺമെന്റ് കോളേജ്, കോടിയേരിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ചൊക്ലി കോളേജ്. അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഏറ്റെടുത്താൽ ഒരു കോളേജ്, ഒരു മണ്ഡലത്തിന് ഒരു കോളേജ് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾ ഒന്നടങ്കം ആ കോളേജിന് വേണ്ടി സ്ഥലം കണ്ടെത്തി അത് ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ഒളവിലം നാരായണൻ പറമ്പ് പ്രദേശത്തെ ഏറെ പഴക്കമുള്ള ജലസംഭരണികളിലൊന്നായ ചക്കാട്ടുകുളം നവീകരണം നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. ചക്കാട്ടുകുളം പുനരുദ്ധാരണം, കുളം കൂടാതെ കുളത്തോട് അനുബന്ധിച്ചുള്ള റോഡുകളും പഞ്ചായത്ത് ജനകീയ ശ്രമങ്ങളുടെ ഫലമായി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു. റോഡുകളുടെ പ്രവൃത്തിയിൽ മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. തുണ്ടിയിൽ ഷുക്കൂർ, TT പ്രകാശൻ, ചാലിൽ കരീം, ഗോകുൽ, നിലോഫർ, AC സജീവൻ, നിസാർ നാമത്ത്, താജുദ്ദീൻ നാമത്ത്, ഫൈസൽ തുണ്ടിയിൽ, ഖാദർ നെല്ലിയാട്ട്, സുനിൽ, അനിൽ ഒതയോത്ത്, മുബഷിർ ചാലിൽ, കൂടാതെ വാർഡ് 10 തൊഴിലുറപ്പ് തൊഴിലാളികൾ, കരാറുകാരായ പ്രേമൻ കരിയാട്, വിജയൻ കവിയൂർ തുടങ്ങിയവരെയും ജില്ലാ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന മത്സരത്തിന് യോഗ്യത നേടിയ ഷഹീം മുനീറിനെയും ചടങ്ങിൽ ആദരിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ചുക്ലി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് KP രതീഷ് കുമാർ, മുൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ഖാലിദ്, അഡ്വക്കേറ്റ് ഷുഹൈബ്, TT വേണു എന്നിവർ സംസാരിച്ചു. വാർഡ് അംഗം മൊട്ടേമൽ ഷാജി സ്വാഗതവും വാർഡ് വികസന സമിതി കൺവീനർ K നന്ദകുമാർ നന്ദിയും പറഞ്ഞു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പുസ്തകപ്പൂക്കാലം വീട്ടുമുറ്റ പുസ്തക ചർച്ചയുടെ ഭാഗമായി ഇട്ടേപ്പള്ളി നാഴിനിയുടെ വീട്ടുമുറ്റത്തെ സദസ്സിൽ വെച്ച് ബഷീർ കൃതി പാത്തുമ്മയുടെ ആട് പുസ്തക ചർച്ച നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. ഗീത ടീച്ചർ പുസ്തക ചർച്ച അവതരിപ്പിച്ചു. TK ഷാജു മാസ്റ്റർ മോഡറേറ്ററായി. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും രജത് ചന്ദ്ര നന്ദിയും പറഞ്ഞു. K അച്യുതൻ, KP അരുൺകുമാർ, MV ബൽറാം, P ഉഷ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. എന്താ എൻ്റെ ആടിന് വെള്ളം കൊടുത്തോ, പിന്നെ എന്താ പിലാല് മുഴുവൻ അടിച്ചു വാരി കളഞ്ഞത് എൻ്റെ ആടിന് തിന്നാനുള്ളതല്ലേ നീ കൊടുത്തോ എന്നൊക്കെ. അപ്പോൾ ഉമ്മ പറയും എനിക്ക് ഒരു ആട്, ഇനി മുന്നോട്ട് പോയട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നാത്തൂന്മാരോട് പിന്നെ കയറി എന്താ നിങ്ങൾ കൊടുത്തില്ലേ, അങ്ങനെ എല്ലാം മറ്റേ സഹോദരിയുള്ള ആനുമാരുടെ ആടിനെ കൊടുത്തു, എൻ്റെ ആടിന് കൊടുത്തു. മാഹി ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ദേശീയ ആയുർവേദ ദിനം ആഘോഷിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിനയകുമാർ ഗാഡ്ഗെ മുഖ്യാതിഥിയായി. is most apt for the occasion. As we all know that Ayurveda stresses upon the very essence of balance between the environment and the human body. As was told by the principal also, that the harmony between the body, mind and the spirit forms the essence of this Ayurvedic treatment or Ayurvedic healthcare systems. Many of us know that after COVID-19, WHO came up with a concept called One Health. This One Health was to form an integration between the health of the human beings, health of the animals, because as you all know, COVID-19 was a zoonotic disease also, and also to bring a balance between the environment. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് പ്രിൻസിപ്പൽ CG ലക്ഷ്മി ദേവി മുഖ്യപ്രഭാഷണം നടത്തി. ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കുബേർ സംഘ് സ്വാഗതവും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശിവരാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.
മത്സര വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. Next local competition was also, and the third prize goes to Nandana from 2023. Next cooking competition, team from 2022. IHMA തലശ്ശേരി ചാപ്റ്ററും ഗുരുദേവ സ്മാരകം LP സ്കൂൾ ഹെൽത്ത് ക്ലബ്ബും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരായ ശ്രദ്ധാറാം, അഞ്ജുശ്രീ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. രക്ഷിതാക്കളും കുട്ടികളുമടക്കം 100-ൽ പരം ആൾക്കാർ പങ്കെടുത്തു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഭേദമാക്കാൻ ഹോമിയോപ്പതി മരുന്നുകൾ ഗുണം ചെയ്യുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ കലാമേള സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മേളയിൽ നിരവധി വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. പാനൂർ നഗരസഭ മുൻ അധ്യക്ഷ KV റംല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിസമർത്ഥരായ മിടുക്കരായ മക്കളാണ് ഈ വിദ്യാലയത്തിലുള്ളത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനെ സംബന്ധിച്ച് മക്കളെ സ്നേഹിക്കുകയും മക്കളെ പരിഗണിക്കുകയും മക്കൾ എന്താണോ സമൂഹത്തിൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ വിദ്യാലയത്തിന്റെ പ്രഥമ അധ്യാപക സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാഷ സംസാരം വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് കറക്റ്റ് എനിക്ക് മനസ്സിലായി. കാരണം സാധാരണഗതിയിൽ ഒരു പരിപാടിയിൽ ഒരു വിദ്യാലയത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് മക്കളെ സംബന്ധിച്ച് മക്കൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. കാരണം അവർക്ക് പ്രസംഗമൊന്നും ഇഷ്ടമുണ്ടാവില്ല. പ്രസംഗം ഇഷ്ടമുണ്ടാവും ഉണ്ടോ? നിങ്ങൾക്ക് പ്രസംഗം ഇഷ്ടമുണ്ടെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക സാധാരണ കുട്ടികൾ, അല്ലേ? ആ കുട്ടികളെ പോലെ അല്ല നിങ്ങൾ നല്ല മക്കളാണെന്ന് മാഷ് പറഞ്ഞപ്പോൾ ശരിക്കും അതെനിക്ക് ബോധ്യമായിട്ടുണ്ട്. നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൈമറി സ്കൂൾ തലത്തിൽ ഇത്രയും നല്ല ഒരു ചടങ്ങ് മക്കൾക്ക് കലാമേളക്ക് വേണ്ടി സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതെന്തായിരുന്നാലും ആ വിദ്യാലയത്തിലെ അധ്യാപകരുടെ മിടുക്ക് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിസമർത്ഥരായിട്ടുള്ള മക്കളാണ്. കലാമേളയിലും അതുപോലെ തന്നെ കായികമേളയിലും ഒക്കെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ജേഴ്സി, ഒരു UP സ്കൂളിലൊക്കെ ജേഴ്സി എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തുടർന്ന് സ്കൂളിലെ കായിക താരങ്ങൾക്കായി തയ്യാറാക്കിയ ജേഴ്സിയുടെ പ്രകാശനവും ടീച്ചർ അവ്യന്തിനു നൽകി നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് PP ശ്രീല അധ്യക്ഷത വഹിച്ചു. പട്ടുർമാൽ ഫെയ്യും മുഹമ്മദ് സാലി മുഖ്യാതിഥിയായി. മദർ PTA പ്രസിഡന്റ് AV ഗ്രീഷ്മ, സ്കൂൾ ലീഡർ അദീബ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ P ബിജോയ് സ്വാഗതവും കലാമേള കൺവീനർ PK സിന്ധു നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. നൃത്താധ്യാപകരായ ഡോക്ടർ തേജ, അസിൻ എന്നിവർ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ല പോലെ നീ അണ്ണാനും മൈനയും കൂടെ വന്നു, കാക്കയും തത്തയും പാറി വന്നു, അണ്ണാനും മൈനയും കൂടെ വന്നു. മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്, എന്നോട് വീട്ടിൽ മുറ്റത്ത് പടർന്നു നിൽക്കും. Wheels on the bus go round and round, all through and down. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി.
നിരവധി ഭക്തർ പങ്കെടുത്തു. കുറുവക്കാട് ശ്യാമിലി ആൻഡ് പാർട്ടി അവതരിപ്പിച്ച ഭജനാമൃതത്തോടെയാണ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയി ക്ഷേത്രം പ്രസിഡന്റ് OV സുഭാഷ് ശ്യാമിലി കുറുവക്കാടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്ഷേത്ര സെക്രട്ടറി ഷാജി കൊളുമൽ സ്വാഗതം പറഞ്ഞു. നൃത്താർച്ചന, ഭക്തിഗാനങ്ങൾ, നൃത്താഞ്ജലി, നൃത്തസംഗീത വിരുന്ന്, ഭക്തിഗാനസുധ, സംഗീത നൃത്തസന്ധ്യ, നൃത്തോത്സവം, ഭജൻസ്, അമൃതസംഗീതം എന്നിവ വിവിധ ദിവസങ്ങളിലായി നടക്കും. 30 വൈകിട്ട് 5 മണിക്ക് ഗ്രന്ഥവയ്പ് നടക്കും. 2 8 മണിക്ക് സരസ്വതി പൂജ, 8:30 വിദ്യാരംഗം, 9:30 ഗ്രന്ഥമെടുപ്പ് എന്നിവ നടക്കും. മേൽശാന്തിമാരായ ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സന്നിധാനത്ത് നടന്ന അയ്യപ്പ സംഗമം വൻ വിജയമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അയ്യപ്പ സംഗമം പരാജയമെന്നത് പ്രതിപക്ഷത്തിന്റെ പ്രചാരണം മാത്രമെന്നും EP. തലശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അഴിമതി ആരോപണം, BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കണ്ണൂർ നഗരത്തിലെ അതീവ സൈനിക സുരക്ഷാ കേന്ദ്രമായ പയ്യാമ്പലം DSC സെന്ററിൽ ബോംബ് ഭീഷണി സന്ദേശമെത്തിയത് ഇമെയിലിലൂടെ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.